കുട്ടികളിൽ സനാതനധർമ്മവും ജീവിത മൂല്യങ്ങളും ഭാരതീയ സംസ്കാരങ്ങളും വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ബാലഗോകുലം 50 ആണ്ടിന്റെ നിറവിൽ ബാലഗോകുലത്തിന്റെ 50ാം സംസ്ഥാന വാർഷിക സമ്മേളനം പാലക്കാട് കല്ലേക്കാട് വ്യാസ വിദ്യാപീഠത്തിൽ ആരംഭിച്ചു. മുൻ DGP ജേക്കബ് തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ നിരവധി പ്രമുഖരും പങ്കെടുക്കും. ബാലഗോകുലത്തിന്റെ 50ാം സംസ്ഥാന വാർഷിക സമ്മേളനമാണ് പാലക്കാട് ജില്ലയിലെ കല്ലേക്കാട് വേദവ്യാസ സ്കൂളിൽ തുടരുന്നത്. രാവിലെ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ DGP ജേക്കബ് തോമസ് നിർവഹിച്ചു. നമ്മുടെ ഭരണഘടനയെ ബലമായി ആർക്കോ വേണ്ടി മാറ്റി എഴുതിയ ഭരണഘടനയുടെ ആ ഒരു പ്രിയാമ്പിൾ മാറ്റി എഴുതിയ ഒരു വർഷമായിരുന്നു 1975. വളരെ ബലമായി ചർച്ചയൊന്നുമില്ലാതെ ജനാധിപത്യമില്ലാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശേഷം സെക്കുലറിസം എന്നും സോഷ്യലിസം എന്നുമൊക്കെ ബലമായി എഴുതി ചേർത്തു. അങ്ങനെ ഭരണഘടന മാറ്റി എഴുതിയ ആ ഒരു ദുരന്തത്തിൻ്റെ ഒരു വർഷമായിരുന്നു 1975. അപ്പോൾ അതിനുശേഷം സ്വാതന്ത്ര്യമില്ല. ആ സ്വാതന്ത്ര്യമില്ലാത്ത വേളയിലാണ് കുട്ടികളെ ഉപയോഗപ്പെടുത്തി സമൂഹത്തിൽ നിലനിൽക്കാനും ദുരന്തങ്ങൾ ഇല്ലാതാവുന്നതിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കാൻ ബാലഗോകുലം തുടങ്ങിയത്. ബാലസൗഹൃദ ഗ്രാമങ്ങളാൽ നിറയട്ടെ നാടാകെ എന്ന സന്ദേശം ഉയർത്തിയാണ് ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം. അരക്ഷിതമാകുന്ന ബാല്യങ്ങൾക്ക് ഒരു അഭയകേന്ദ്രം കൂടിയാവുകയാണ് ബാലഗോകുലങ്ങൾ. പ്രതിനിധി സഭ, ബാലപ്രതിഭാ സംഗമം, ഗുരുവന്ദനം, സുവർണോജ്വലം, പൊതുസമ്മേളനം തുടങ്ങിയവയെല്ലാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങുമുണ്ട്. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള, ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ, മുഖ്യ സംയോജക ദേശീയ സീമാ ജാഗരൺ മഞ്ച് A ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. ജനം, പാലക്കാട്.